അംഗങ്ങളെ, അല്ലനോൺ അല്ലറ്റീൻ കുടുംബാംഗങ്ങളെ, മറ്റ് ആശ്രിതരായ എല്ലാവരുമേ, ഈ ശബ്ദ സന്ദേശം ശ്രവിക്കുന്ന ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 29. ഞാൻ അനാമധേയത്വം തിരഞ്ഞെടുക്കുന്നു. നമുക്കെല്ലാവർക്കും തന്നെ ഒരു പേരുണ്ട്. ആ പേരിലൂടെയാണ് നാമൊക്കെ അറിയപ്പെടുന്നത്. ഇന്നിടത്ത് ഇന്നാര്, ഇന്നിടത്ത് ഇന്നാരുടെ മകൻ, മകൾ, ഭാര്യ എന്നൊക്കെ. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ തുടങ്ങിയ ഇടപാടുകൾ നടത്തുന്നതിനും ബന്ധപ്പെടുന്നതിനുമായി ഒരു പേരോ മേൽവിലാസമോ ഏതെങ്കിലും നമ്പറോ ഒക്കെ തന്നെ നമ്മുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് പൊതുവായതും എല്ലാ കാര്യങ്ങളിലും ആവശ്യവും അനുവദനീയവുമായി വിവരശേഖരണത്തിനും ഇടപാടുകൾ നടത്തുന്നതിനും അത്യന്താപേക്ഷിതവുമാണ്. അങ്ങനെയിരിക്കെ ആൽക്കഹോളിക് അനോണിമസിൽ ഇതിൽ നിന്ന് തികച്ചും എതിരായ ഒരു കാര്യമാണ്, അതായത് വ്യത്യസ്തമായ ഒരു കാര്യമാണ് പങ്കുവയ്ക്കുന്നത്. അനാമധേയത്വം എന്ന ആശയം ആൽക്കഹോളിക് അനോണിമസിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. അനാമധേയത്വം എന്ന ആശയം ആൽക്കഹോളിക് അനോണിമസിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. 12 നടപടിക്രമങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ വേരൂന്നി പ്രവർത്തിക്കുവാൻ ഓരോ അംഗവും ബാധ്യസ്ഥരാണ്, അഥവാ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അംഗങ്ങളെപ്പറ്റിയുള്ള മറ്റു വിവരങ്ങൾ പുറത്തറിയിക്കുകയില്ല എന്ന ആദർശനം നമ്മുടെ ആധ്യാത്മിക അടിസ്ഥാനമായതുകൊണ്ട് അംഗങ്ങളെക്കാൾ തത്വങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. താരമായി എന്നെ മറ്റുള്ളവർ ചിത്രീകരിക്കണം എന്നുള്ള മോഹം അഥവാ ജന്മവാസന തന്നെ ഒരുപക്ഷെ നമ്മുടെ പതനത്തിന് അഥവാ വീഴ്ചയ്ക്ക് കാരണമായേക്കാം. ഒരു അംഗം പരസ്യമായി മദ്യപിക്കുകയോ അയാൾ സ്വന്തം ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനത്തിൻ്റെ പേരോ അതിൻ്റെ സ്വാധീനമോ ഉപയോഗിക്കപ്പെടുമ്പോൾ സമൂഹത്തിൽ നമ്മൾ പരിഹാസ്യരായി തീരുവാൻ സാധ്യതയുണ്ട്. പ്രശസ്തി നേടിത്തരുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നാം അകലം പാലിക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണമായി പത്രം, റേഡിയോ, സിനിമ, ടെലിവിഷൻ, പരസ്യ ബോർഡുകൾ എന്നിവയോടുള്ള ബന്ധത്തിൽ 100% പേര് വെളിപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെന്നാൽ അംഗങ്ങളെക്കാൾ തത്വങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടതായുണ്ട്. അനാമധേയത്വം എന്ന അവസ്ഥ സ്വീകരിക്കുക എന്നുള്ളത് അംഗത്തിൻ്റെ വിനയം പ്രകടമാക്കാനുള്ള മാർഗമാണ്. ആൽക്കഹോളിക് അനോണിമസിന് എക്കാലവും നേടാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംരക്ഷണമാണ് അനാമധേയത്വം എന്നത്. അനാമധേയത്വത്തിലൂടെ പ്രകടമാക്കപ്പെടുന്ന എളിമത്വം എന്ന കാര്യത്തിൽ നമുക്ക് വളരെയധികം ഉറപ്പുണ്ട്. യഥാർത്ഥ വിനയത്തിൻ്റെ കർമ്മ രൂപമാണ് അനാമധേയത്വം. ഇതൊരു രക്ഷാകവചമായി പ്രവർത്തിക്കുന്നു. നാം ഓരോരുത്തരും അനാമധേയത്വം എന്ന രക്ഷാകവചം അഥവാ സംരക്ഷണ കുപ്പായം സ്വീകരിക്കുക വഴി ആൽക്കഹോളിക് അനോണിമസ് എന്ന സംഘടനയെ ആകമാനമായി സംരക്ഷിക്കുകയും അതിനുള്ളിൽ ഏവർക്കും ചേർന്ന് ഐക്യത്തോടെ പ്രവർത്തിക്കാനും വളരാനും സാധിക്കും. അനാമധേയത്വം എന്ന ത്യാഗം ഏറ്റെടുക്കുക അഥവാ പ്രാവർത്തികമാക്കുക വഴി ഞാനെന്ന ഭാവം മാറ്റി എളിമ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. അനാമധേയത്വം നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ ആശയത്തിലൂടെ നമ്മുടെ എളിമ ഭാവം നമുക്ക് പ്രകടമാക്കാം. അതിലൂടെ സംരക്ഷണ കുപ്പായം ധരിക്കാം. യിലൂടെ ഐക്യത്തോടെ നമുക്ക് മുന്നേറാം. ഇന്നേ ദിവസം മദ്യം, മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കാം. അതിന് സർവേശ്വരൻ
താങ്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കണ്ണൂർ മട്ടന്നൂർ മിഷനിൽ നിന്നും നിങ്ങളുടെ സജി PM. ഏവർക്കും ശുഭദിന ആശംസകൾ.